കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് വീണ്ടും ഒരുമിച്ച് ദൈവവചനത്തിൻ്റെ മുമ്പിലായിരിക്കുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. യേശു താൻ ഈ ലോകത്തിൽ വന്നത് പിതാവായ ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്താനാണ്. യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതെല്ലാം പിതാവിൻ്റെ ഇഷ്ടമാണ് പറയുന്നത്. നാം ആരും നമ്മുടെ ഇഷ്ടപ്രകാരം ഈ ലോകത്തിൽ വന്നതല്ല. ദൈവം നമ്മെ ഈ ലോകത്തിൽ അയച്ചത് വെറുതെ അയച്ചതല്ല. ദൈവത്തിന് നമ്മളെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ടാണോ കേൾക്കുന്നത്, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന് വിടുവിക്കാൻ പറ്റാത്ത ഒരു വിഷയവുമില്ല. എന്ത് വിഷയവുമായിക്കോട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, ചെറിയൊരു വേദന ആയിക്കോട്ടെ, അഥവാ കോടികളുടെ കടഭാരമായിക്കോട്ടെ, ചെറിയൊരു കടഭാരം, എന്തു കാര്യമാണെങ്കിലും എൻ്റെ കർത്താവ് വിടുവിക്കാൻ മതിയായവനാണ്. നമുക്ക് ഇന്നത്തെ വചനത്തിലേക്ക് പ്രവേശിക്കാം. ഈ വചനം നിങ്ങളെ ബലപ്പെടുത്തുന്നതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് പ്രശംസയും ദൈവ കുഞ്ഞാടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. എബ്രായ ലേഖനം 8-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. നാം ഈ പറയുന്നതിൻ്റെ സാരം എന്തെന്നാൽ, സ്വർഗത്തിൽ മഹിമാസനത്തിൻ്റെ വലതു ഭാഗത്ത് ഇരുന്നവനായി വിശുദ്ധ സ്ഥലത്തിൻ്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിൻ്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. ഞാൻ ഇന്ന് നമ്മൾ ആരാധന ആരംഭിച്ചപ്പോൾ തന്നെ പറഞ്ഞ കാര്യമാണ്, എനിക്കുണ്ട് എന്ന് ഉറപ്പായി പറയാൻ നമുക്കൊരാളുണ്ട്. ആമേൻ. പൗലോസ്ലീഹ, ഞാൻ ഓർപ്പിച്ചല്ലോ, തൻ്റെ കാരാഗൃഹ വാസക്കാലത്ത് പറയുകയാണ്, എൻ്റെ 1-ാം പ്രതിവാദത്തിൽ എല്ലാവരും എന്നെ കൈവിട്ടു. തൻ്റെ കൂട്ടുപ്രവർത്തകർ പോലും തനിക്ക് ഒരു വിസ്താരവേള വന്നപ്പോൾ പൗലോസിൽ നിന്ന് മാറിക്കളഞ്ഞു. എന്നിട്ട് താൻ പറയാ, കർത്താവോ എനിക്ക് തുണ നിന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും എനിക്ക് പറയാനിതാണ്, നിങ്ങളുടെ ശ്വാസം മൂക്കിൽ നിന്ന് തീരുന്ന അന്നുവരെ, അല്ലെങ്കിൽ കർത്താവ് കാഹളത്തോടെ നിന്നെ ചേർക്കാൻ വരുന്ന അന്നുവരെ, നിന്നെ തെരഞ്ഞെടുത്ത ആ നല്ല കർത്താവ് നിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ടേ ഉണ്ടായിരിക്കും. ഒരു നിമിഷം പോലും കർത്താവ് മാറി നിൽക്കത്തില്ല. ഈ ലോകത്ത് നമുക്ക് ധൈര്യമായിട്ട് അതുകൊണ്ട് പറയാം, എനിക്കൊരാൾ ഉണ്ട്. ഉറക്കെ പറഞ്ഞിട്ട്, എനിക്കൊരാൾ ഉണ്ട്. മാത്രമല്ല, ഈ എനിക്കുണ്ടെന്ന് പറഞ്ഞ ആളാണ് ദ ഹയസ്റ്റ് അതോറിറ്റി. നമ്മൾ ചിലപ്പം പറയും, എനിക്ക് ഇന്ന സ്ഥലത്ത് പിടിപാടിന് ആരുമില്ലല്ലോ എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ ആ പിടിപാട് ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന മന്ത്രിസഭയിലോ അല്ലെ ഉന്നതങ്ങളിലോ ഉള്ളവരുടെയൊക്കെ ഏറ്റവും ഉയരത്തിലെ അധികാരി, ഏറ്റവും വലിയ സിംഹാസനത്തിൽ ഇരിക്കുന്നയാൾ എൻ്റെ ആളാണ്. അങ്ങനെ പറയാൻ കഴിയുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? ദ ഹയസ്റ്റ് അതോറിറ്റി ഈസ് മൈ മാൻ, എൻ്റെ ആളാണ്. അതാണ് നമുക്ക് പറയാൻ പറ്റും, എനിക്ക് ഒരാളുണ്ട്. ഒന്ന് പറഞ്ഞ്, എനിക്ക് ഒരാൾ. അങ്ങനെ പറയാൻ പറ്റുന്നൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. അങ്ങനെ പറയാൻ പറ്റാൻ വേണ്ടി സ്വർഗീയവിരുന്നിൽ ചേരേണ്ട ആവശ്യമില്ല. യേശു എൻ്റെ കർത്താവാണെന്ന് ആരെങ്കിലും, ഈ ഭൂമിയിൽ ആരെങ്കിലും ഈ കർത്താവ് എൻ്റെ ആണെന്ന് വാഗൊണ്ട് പറഞ്ഞോ, ആ ആളെ കർത്താവ് കൈവിടത്തില്ല. ഹൃദയത്തിൽ വിശ്വസിച്ച് പറയണം. വെറുതെ വാഗൊണ്ട് യേശു കർത്താവാന്ന് പാട്ട് പാടുകയല്ല. ഈ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം കേട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തവനാണെന്നും അവൻ തന്നെ ദൈവമാണെന്നും അവൻ പാപങ്ങളെ പരിഹരിച്ചെന്നും അവൻ വീണ്ടും വരുന്നവനാണെന്നും ഈ നല്ല കർത്താവ് അന്ത്യത്തോളം നടത്താൻ മതിയായവനാണെന്നും തിരിച്ചറിഞ്ഞൊരു വ്യക്തി വചനം കേട്ട് എൻ്റെ യേശുവേ
നീയാണിനി എൻ്റെ കർത്താവെന്ന് പറഞ്ഞോ, ആ വ്യക്തിക്ക് എന്നും പറയാം എനിക്കൊരാൾ ഉണ്ട്. ഒന്ന് അഭിമാനത്തോടെ ഒന്ന് പറഞ്ഞ് എനിക്കൊരാൾ ഉണ്ട്. അടുത്തിരിക്കുന്നവരോട് ഒന്ന് പറഞ്ഞാട്ടെ എനിക്കൊരാളുണ്ട്. ദ ഹയസ്റ്റ് അതോറിറ്റി, ഏറ്റവും വലിയ അധികാരി എനിക്ക് വേണ്ടിയുണ്ടവൻ മാറത്തില്ല, അവൻ മറയത്തില്ല. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം, കരങ്ങൾ തട്ടി വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. എബ്രായ ലേഖനത്തെക്കുറിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ ലേഖനം എഴുതുവാനുള്ള കാരണം ആദിമ നൂറ്റാണ്ടിലെ യഹൂദന്മാരുടെ കൂട്ടത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ഒരു സമൂഹം, ഒരുപക്ഷെ യെരൂശലേമിലുള്ളവരായിരിക്കാം, അതല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് വിദൂരത്തിൽ പോയി പാർത്ത അന്ന് യഹൂദ കോളനികൾ പലയിടത്തുണ്ട്. കൊച്ചി മട്ടാഞ്ചേരിയിലൊക്കെ ഉള്ളതുപോലെ യഹൂദ കോളനികളിൽ ഒരിടത്ത് നടന്ന ആത്മീയ ഉണർവിൽ ക്രിസ്തുവിലേക്ക് വന്നവരാകാം. എന്തുമാകട്ടെ, കാണപ്പെടുന്ന ഒരു വലിയ ആലയവും ഒക്കെ വിട്ടവരാണ്. ഈ ലേഖനം എഴുതുമ്പോഴും ദൈവാലയം അവിടെ തന്നെ ഉണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് വീണ്ടും ഒരു 40 വർഷം കൂടെ കഴിഞ്ഞാണ് ദേവാലയം നശിക്കുന്നത്. അതുകൊണ്ടാണല്ലോ കർത്താവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ ഒറ്റ ആഴ്ച മുമ്പ് യേശു ദേവാലയം വിട്ടുപോകുന്ന ഒരു ഭാഗം നമ്മൾ വായിക്കുന്നത് മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു ദേവാലയം വിട്ടുപോയി. യേശുവിനെ കുഞ്ഞായിരുന്നപ്പോൾ, തനിക്ക് 8 ദിവസം പ്രായമുള്ളപ്പോൾ കർത്താവിന് പരിച്ഛേദന കഴിപ്പാനായി, അതിനുശേഷം 40 ദിവസം പ്രായമുള്ളപ്പോൾ കർത്താവിന് ആൺകുട്ടികളെ അഥവാ ഒരു വീട്ടിൽ ജനിക്കുന്ന ആദ്യ ആൺകുഞ്ഞിനെ കർത്താവിന് വിശുദ്ധമായി സമർപ്പിക്കണമെന്നുണ്ട്. കർത്താവിനെ സമർപ്പിക്കാൻ 40 ദിവസം പ്രായമുള്ള ആ കുഞ്ഞിനെ കൊണ്ടുവന്നാൾ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോഴാണ് ശിമയോനുമൊക്കെ ഹന്നായുമൊക്കെ ആ ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ യേശു ദേവാലയത്തിൽ കുഞ്ഞുനാളിൽ പോയി 12 വയസ്സുള്ളപ്പോൾ ഉത്സവത്തിന് പോയതായിട്ട് നമ്മൾ വായിക്കുന്നു മാതാപിതാക്കളുടെ കൂടെ. അതിനുശേഷം പലപ്പോഴും യേശു ദേവാലയത്തിൽ പോയി. എന്നാൽ ഇതാ യേശുവിൻ്റെ അവസാന യഹൂദന്മാരുടെ ദേവാലയത്തിലെ അവസാന സന്ദർശനവും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് നമ്മളിവിടെ വായിക്കുന്നത്. വായിച്ചാട്ടെ, മത്തായി 24-ന്റെ ആദ്യ വാക്യങ്ങൾ. യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ യേശു ദേവാലയം വിട്ടു പോവുകയാണ്. അടുത്തിരിക്കുന്ന ആൾ ഞാൻ വിട്ടുപോയ സ്ഥലങ്ങളുടെ പണി കണ്ടിട്ട് എന്തോ ഗുണമെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ദേവാലയമായവൻ ഇവിടെ ഇതാ വന്നിരിക്കുന്നു. അവനെ എന്ത് പേരെന്ന് വിളിച്ചു പറഞ്ഞാട്ടെ. എന്നെയും നിങ്ങളെയും ദേവാലയമാക്കുവാൻ അവൻ പദ്ധതി ഇട്ടിരിക്കുന്നു. യെരൂശലേം ദേവാലയത്തിൽ വല്ലപ്പോഴും ഇറങ്ങിയ ഷക്കൈന, സ്തോത്രം, ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെയും നിങ്ങളുടെ ഉള്ളങ്ങളിൽ എന്നേക്കും വസിക്കുന്ന ദേവാലയങ്ങളാക്കി നമ്മളെ മാറ്റുവാൻ തിരുഹിതമായതിനായിട്ട് കർത്താവിനെ സ്തുതിക്കുക. കൊരിന്ത്യർ ലേഖനം പറയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം, നിങ്ങളിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് വാസം ചെയ്യുന്നത്. മനുഷ്യൻ കല്ലുകൊണ്ട് കെട്ടി നിർമ്മിച്ച ആ ദേവാലയം യഥാർത്ഥ ദേവാലയത്തിൻ്റെ ഒരു പ്രതീകം, ഒരു സിംബൽ മാത്രമായിരുന്നു, സിംബോളിക്കായിരുന്നു. യഥാർത്ഥ സ്വർഗമാകുന്ന ദേവാലയം ഇന്ന് എൻ്റെ നിങ്ങളുടെ ഉള്ളങ്ങളിൽ വിരിക്കുകയാണ്. ദൈവം വസിക്കുന്ന സ്ഥലമാണ്. നിങ്ങൾ വിലപ്പെട്ട വ്യക്തിയാണ്. നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ നോട്ടം മുഴുവനുണ്ട്. ഒരു ഇന്ത്യൻ പ്രസിഡന്റ് ഇവിടെ എവിടെങ്കിലും ഒന്ന് വസിച്ച് നിങ്ങൾക്ക് കാണാം, ആയിരക്കണക്കിന് പോലീസുകാർ പാറാവ് നിൽക്കുകയാണ്. ആ കറുത്ത കണ്ണടയൊക്കെ ധരിച്ച് അവിടുന്ന് ആരിലും വരുന്നുണ്ടോ, ഇവിടുന്ന് ആരിലും വരുന്നുണ്ടെന്ന് നോക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ പൈതലെ, നിനക്ക് ചുറ്റും പാളയങ്ങളായി ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പം നമുക്ക് തോന്നും, എന്നിട്ടെന്താ ഇങ്ങനൊക്കെ? അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്നിട്ടെന്താ അങ്ങനൊക്കെ? അതുകൊണ്ട് ഞാൻ പറയാം, ഈ പാളയങ്ങൾ നിൽക്കുമ്പോഴും ചില പ്രതിസന്ധികൾ നിനക്ക് വരുന്നെങ്കിൽ നീ ഓർത്തോണം, അത് ദൈവനാമ മഹത്വത്തിന് അടുത്ത പടിയായി നിന്റെ സ്റ്റെപ്പ് വെക്കാൻ വേണ്ടി. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോട് ഞാൻ പറയാം, സ്വർഗത്തിൻ്റെ ആശാ കേന്ദ്രമാണ് നീ, സ്വർഗത്തിൻ്റെ നോട്ടമാണ് നീ, സ്വർഗത്തിൻ്റെ ശ്രദ്ധാ കേന്ദ്രമാണ് നീ. ദൂതന്മാർ നിനക്ക് ചുറ്റും പാളയം നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം നിന്നിലാണ് ഇരിക്കുന്നത്. നീ വിലയേറിയ വ്യക്തിയാണ്. ചില പ്രതിബന്ധങ്ങളൊക്കെ വരുമ്പോൾ ഓർത്തോണം, ഇത് കർത്താവ് അറിഞ്ഞുകൊണ്ട് തന്നെ. അതിനകത്തൊരു വലിയ പദ്ധതിയുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സന്നെ സകലവും, ഉറക്കെ പറ, സകലവും. ആ സകലവുന്നകത്ത് എന്തൊക്കെ പെടുത്താമോ ഇന്ന് രാവിലെ പിടിച്ച് അതിനകത്ത് വെച്ചാൽ സകലവും, ആ പ്രശ്നവും ഈ പ്രശ്നവും അതും ഇതും എല്ലാം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും, എനിക്ക് നല്ലതേ വരികയുള്ളൂ. നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല, എനിക്ക് നല്ലതേ വരികയുള്ളൂ. പ്രതിസന്ധി പോലും അനുഗ്രഹമാക്കി കർത്താവ് മാറ്റും. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ.
നിങ്ങളുടെ പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ, കാലതാമസങ്ങളെ നോക്കി പറഞ്ഞാട്ടെ, എനിക്ക് നന്മ അധികമായി വരാൻ പോകുകയാണ്. നിങ്ങൾക്കെതിരെ ഒരുക്കിയ പ്രശ്നങ്ങളെ നോക്കിക്കൊണ്ട് പിശാചിനോട് പറഞ്ഞാട്ടെ, ഇതെനിക്ക് നന്മയായി തീരുന്നത് എൻ്റെ കണ്ണാലെ ഞാൻ കാണും. ഇതെനിക്ക് അനുഗ്രഹമായി വരുന്നത് എൻ്റെ കണ്ണാലെ ഞാൻ കാണും. എനിക്ക് പ്രതിസന്ധി എന്ന് പറഞ്ഞതിന് മധ്യത്തിൽ കൂടെ വഴി ഒരുങ്ങുന്നത് ഞാൻ എൻ്റെ കണ്ണാലെ കാണും. വിളിച്ചു പറഞ്ഞാട്ടെ, വിളിച്ചു പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ പറഞ്ഞാട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടായിരിക്കണം. നമുക്ക് രണ്ട് രീതിയിൽ അതിനെ പറയാം. നിങ്ങളൊന്നും ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ കിടന്ന് അനുഭവിക്കുന്ന അനുഭവം എനിക്കറിയത്തുള്ളൂ. അതെ, അത് നല്ല അഭിപ്രായമല്ല. പക്ഷെ വേറൊരാൾ പ്രതിസന്ധിയിലൂടെ പോയപ്പോൾ ഇങ്ങനെ പറയുകയാണ്, എനിക്ക് വലുതും സബലവുമായൊരു വാതിൽ തുറന്നിരിക്കും. പറഞ്ഞാട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടായിരിക്കണം. പറഞ്ഞാട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധിയെക്കുറിച്ച് നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടായിരിക്കണം. പൗലൂസ് ഇത് പറഞ്ഞത് ഒരു പ്രതിസന്ധിയും ഇല്ലാത്തപ്പം പറഞ്ഞതല്ല. നിങ്ങൾ താന് എഫെസോസിൽ വെച്ച ഇത് എഴുതുന്ന കൊരിന്ത് ലേഖനം, എഫെസോസിൽ തനിക്കെതിരെ തന്നെ കൊല്ലുവാൻ വേണ്ടി സംഘങ്ങൾ കൂടിയിരിക്കുമ്പോൾ താൻ എഴുതുകയാണ്, എനിക്ക് വലുതും സബലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, നിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് നിനക്കൊരു അഭിപ്രായം ഉണ്ടായിരിക്കണം. സ്തോത്രം. വഴി അടഞ്ഞു എന്ന് ലോകം പറയുമ്പോൾ ഇതാ വാതിൽ തുറന്നു. എങ്ങാണ്ടൊക്കെ ഏതാണ്ടൊക്കെ കയറി ചെല്ലുന്നുണ്ടല്ലോ. ആ പ്രതിസന്ധി എന്ന് നീ വിചാരിച്ചത് കർത്താവ് നമ്മളോട് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ അക്കരയ്ക്ക് പോകാമെന്ന് തന്നെ അതിൻ്റെ അർത്ഥം. അതിൻ്റെ ഇടയിൽ കാറ്റ് കാണും, തിരമാല കാണും, പക്ഷെ വായിന്ന് വന്ന വാക്ക് അതുപോലെ പിടിച്ചെടുക്കണം. ഈ കർത്താവിൻ്റെ പരസ്യശുശ്രൂഷയിൽ കർത്താവിനെ വാക്കി കൊടുക്കാൻ ചിലർ വന്നു, എന്നാൽ വാക്കെ പിടിച്ച് കാര്യം നേടിയവരുമുണ്ട്. കൈ കൊടുത്ത് പറഞ്ഞേ, വാക്കി കൊടുക്കാൻ നോക്കാതെ അവൻ്റെ വാക്കുകളെ പിടിച്ച് കാര്യം നേടാൻ ശ്രമിച്ചാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അതാണ്. വളരെ സൂക്ഷിച്ച് കുഞ്ഞുങ്ങളോട് വാഗ്ദാനങ്ങൾ കൊടുക്കാവുള്ളൂ. നീ ഈ പ്രാവശ്യം ജയിച്ചാൽ എന്തേലും പറഞ്ഞാൽ അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പപ്പാ പറഞ്ഞില്ലേ, പപ്പാ പറഞ്ഞില്ലേ. ഇത് തന്നെ ചെയ്തോളാനേ വചനവും പറയുന്നുള്ളൂ. ആ ബൈബിളൊന്ന് തുറന്ന് പിടിച്ചു കർത്താവിനെ കാണിച്ചിട്ട് പറഞ്ഞേ, പപ്പാ പറഞ്ഞില്ലേ, പപ്പാ പറഞ്ഞില്ലേ. അതാണ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ. എത്ര ഉണ്ടെങ്കിലും ഉവ്വ് ഉവ്വ്, ആമേൻ ആമേൻ, കൈ കൊടുത്ത് ഇങ്ങനെ പറഞ്ഞ് ചുമ്മാ പരാതി പറഞ്ഞുകൊണ്ടിരിക്കാതെ വാഗ്ദത്തങ്ങൾ എടുത്ത് എഴുതിയവനെ കാണിക്കേ. സ്തോത്രം സ്തോത്രം. വചനമെടുത്ത് എന്നോട് സംശയം ചോദിക്കാതെ എഴുതിയവനോട് ചോദിര്. എന്നാൽ ദൈവത്തിന്റെ മക്കളെ, ഒരു രാജകൊട്ടാരം മുഴുവൻ ഉണ്ടായിരുന്നു, ഒരു രാജ്യം മുഴുവൻ ഭരിച്ച ഒരു മനുഷ്യൻ ഈ ക്രിസ്തുവിന്റെ വചനം വെളിപ്പെടുന്നതിന് മുമ്പേ പറയണം, നിന്റെ വചനം എനിക്ക് 1000 പൊൻവെള്ളി നാണ്യത്തെക്കാൾ വിലപ്പെട്ടതത്രേ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, കർത്താവ് നിനക്ക് തരുന്ന വചനമാ. പ്രൈസ് ദി ലോർഡ്. ഈ രോഗസൗഖ്യത്തിന് വരുന്നവർക്കും കർത്താവ് നേരെ രോഗസൗഖ്യമല്ല പലപ്പോഴും കൊടുക്കുന്ന വാക്ക. അല്ലെ, കൊളക്കടവിൽ കടന്നവൻ അവൻ വിചാരിച്ചുകൊണ്ടിരുന്ന എന്നെ ആരെങ്കിലും പിടിച്ച് എവിടെ ഇറക്കുമെന്ന്, കുളത്തിലിറക്കും. യേശുവിനെ കണ്ടപ്പോഴും വിളിക്കുന്ന ഇങ്ങേര് എന്നെ ഇറക്കുമായിരിക്കുമെന്ന്. പക്ഷെ അങ്ങേര് ഇറക്കുകയല്ല, അങ്ങേര് വാക്ക് തരത്തേ ഉള്ളൂ. തൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ ജീവന്. ആ വാക്കുകളിലൂടെ ആ ഭൂമിയെ സൃഷ്ടിച്ചത്, ആ വാക്കുകൾ നമ്മളെ നിലനിർത്തുന്നത്, ശക്തിയുള്ള വചനത്താൽ നമ്മളെ വഹിക്കുന്നവന്. വിശ്വാസത്തിൽ നിന്നെ വിളിച്ചവൻ വിശ്വാസത്തിൽ നിലനിർത്തുകയും ചെയ്യും. നിന്നെ വിളിച്ചിറക്കിയത് വചനത്താല, നിലനിർത്തുന്നത് വചനത്താല, അവിടെ കൊണ്ടെത്തിക്കാൻ പോകുന്ന വചനത്താല, നമുക്ക് വേണ്ടത് മുഴുവൻ തരുന്നതും വചനത്താല. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ആ വാഗ്ദത്തങ്ങൾ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതാണ്. അവയെ പിടിച്ചെടുക്കാൻ നമ്മൾ പഠിക്കണം. അവയെ ഓരോന്നും കർത്താവിനെ കാണിക്കണം. ആ കർത്താവെ അങ്ങ് പറഞ്ഞതാ, ഞാൻ വിടത്തില്ല, ഇത് നടക്കാതെ പറ്റത്തില്ല. എൻ്റെ വീട്ടിൽ ഞാൻ ഒരാൾ മാത്രമേ വിശ്വാസത്തിലുള്ള നടക്കത്തില്ല. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ കൊമ്പും കുളമ്പും ശേഷിക്കാതെ മുഴുവൻ പേരും.
ദൈവ മക്കളായി തീർന്നേ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. മുമ്പൊരിക്കൽ ഇവിടെ പ്രസംഗിക്കാൻ വന്ന കർത്താവിൻ്റെ ദാസൻ ജോൺ പോൾ ബ്രദർ തൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം പൊതുവിലാണോ ഞങ്ങളോട് പങ്കിട്ടതാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. താൻ അമേരിക്കയിലോ എവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നു. എൻ്റെ സഹോദരൻ ഒരു ആക്സിഡൻറ്റിനെ തുടർന്ന് മരിക്കാൻ തുടങ്ങുകയാണ്, വേഗം വരണം. താൻ പറഞ്ഞു, ഞാൻ വേഗം വരില്ല, ഞാൻ ഈ പ്രസംഗം പൂർത്തീകരിച്ചിട്ടേ വരുള്ളൂ. അദ്ദേഹം ഇപ്പോൾ മരിക്കില്ല. അദ്ദേഹം ഇപ്പോൾ മരിക്കയില്ല, മരിച്ചില്ല കേട്ടോ. താനെ പ്രസംഗം പൂർത്തീകരിച്ചിട്ടാണ് പോയത്. ഒടുവിൽ അദ്ദേഹം ഞങ്ങളോട് ഇവിടെ പറഞ്ഞതാണ്, മരിക്കില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പ് എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ ഈ വാക്യം കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവായ യേശു വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും എൻ്റെ ചേട്ടൻ രക്ഷിക്കപ്പെട്ടിരുന്നില്ല, രക്ഷിക്കപ്പെടാതെ മരിക്കാൻ ഒക്കത്തില്ല. കാരണം ഞാൻ വാഗ്ദത്തം അവിടെ പറഞ്ഞിരിക്കുക, ഞാൻ കർത്താവിനെ വാക്ക് പറഞ്ഞ് പിടിച്ചിരിക്കുക. അതിനെ മറികടന്ന് ഈ മനുഷ്യന്റെ ശ്വാസം പോകാൻ സമ്മതിക്കത്തില്ല. ദൈവത്തിന്റെ പൈതലെ ആ കല്ലറയ്ക്കൽ യേശുവിനെ സ്നേഹം കൊണ്ട് പിടിച്ചു നിർത്തിയ മറിയെ പോലെ, പഴയ നിയമകാലത്ത് കർത്താവിനോട് യുദ്ധം ചെയ്ത് പിടിച്ചു നിർത്തിയ യാക്കോബിനെ പോലെ നിന്റെ വാക്കിന് അവന്റെ വാക്കനുസരിച്ച് നീ പറഞ്ഞ വാക്ക് മറികടന്ന് കർത്താവ് പോകത്തില്ല. നീ വരച്ച അതിരിനപ്പുറത്തൊന്നും നിന്റെ ഭവനത്തിൽ നടക്കാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. കർത്താവിനെ അറിഞ്ഞതിന് വീട്ടുകാരിൽ മുഴുവനും കൂടെ നിന്റെ തലയിൽ കയറുന്ന അനുഭവമാണ്. പക്ഷെ ഒന്ന് ഞാൻ പറയാം, നീ പറയുന്നേ നടക്കത്തുള്ളൂ. അനുഭവത്തിൽ നിന്നാ പറയുന്നത്. വീട്ടിലെല്ലാവരും കൂടെ ഒരു പദ്ധതി, നിങ്ങൾക്കറിയാം, അവർക്കത് ആത്മീയമായിട്ട് അത്ര അറിവില്ല. അവരെന്തൊരു പദ്ധതി ഒരുക്കുക, അത് നടക്കരുതാത്താണ്, അത് ഒടുവിൽ കുഴപ്പമാണ്. പക്ഷെ അവർ പറയുന്നത് ഇതാ നല്ലത്. വഴക്കുണ്ടാക്കിയാലൊന്നും കാര്യം നടക്കത്തില്ല, ഒരൊറ്റ വര വരച്ചാൽ മതി. ഇതുകൊണ്ടൊരൊറ്റ വര, നീ പറഞ്ഞതിനപ്പുറം ഇപ്പുറം. പക്ഷെ അവരുടെ തിന്മയ്ക്കായിട്ടല്ല നമ്മൾ വരയ്ക്കുന്ന, നന്മയ്ക്കായിട്ടാണ്. നിന്നെ ദൈവം നിന്റെ ദേശത്തൊരു അത്ഭുതമായി നിർത്തിയിരിക്കുക. നിന്നെ നിന്റെ ഭവനത്തിൽ കർത്താവ് ഒരു അടയാളമായി നിർത്തിയിരിക്കുക. നീ പറയുന്ന വാക്കുകൾ ചെയ്ത് അതുപോലെ നിവർത്തിപ്പാൻ കർത്താവ് ഒരുങ്ങിയിരിക്കുക. ആദ്യം കളിയാക്കുമായിരിക്കും, പക്ഷേ നീ പറയുന്ന ഗൗരവമേറിയ കാര്യമാണെന്ന് അവർക്ക് പിടികിട്ടും. എനിക്ക് ഒരു മഹാപുരോഹിതനുണ്ട്. ഉറക്കെ പറ, എനിക്ക് ഒരാളുണ്ട്. അത് എൻ്റെ ആളാ. ഞാൻ പറയുന്നതൊക്കെ കർത്താവ് ചെയ്യും. അവൻ പറയുന്ന ഞാൻ ചെയ്യും, ഞാൻ പറയുന്ന അവൻ ചെയ്യും. ഉറക്കെ പറഞ്ഞാട്ടെ, അവൻ പറയുന്ന ഞാൻ ചെയ്യും, ഞാൻ പറയുന്ന അവൻ ചെയ്യും. ഒരിക്കൽ കർത്താവ് പറഞ്ഞു, മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല. സൊറോഫോനിഷ്യ ജാതിയിൽപ്പെട്ട ആ സ്ത്രീ ഇത് കേട്ട് വീട്ടിൽ പോയില്ല. അവൾ ആ വാക്കേ കയറി പിടിച്ചു. വാക്കേ പിടിക്കാൻ പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. അവൾ പറഞ്ഞു, ഓക്കെ, നായ്ക്കുട്ടികൾക്ക് ഒരു അവകാശമുണ്ടല്ലോ, മേശയുടെ താഴെ വീഴുന്ന നുറുക്കുകളുണ്ടല്ലോ, അതേ ഞാൻ പിടിക്കുക. അപ്പം മക്കൾക്ക് കൊടുത്തോ, നുറുക്കുകൾ മതി ഇന്ന് എൻ്റെ സൗഖ്യത്തിന്. ദൈവത്തിൻ്റെ പൈതല്, ഒരു വാക്കെ പിടിച്ചവൾ സൗഖ്യം കൊണ്ടുപോയെങ്കിൽ ദാരിദ്ര്യം മാറും. 10 പേരുടെ മുമ്പേ കൈ നീട്ടിയിട്ട് നടക്കാത്ത സാമ്പത്തിക വഴികൾ നിനക്ക് വേണ്ടി ഒരുങ്ങും. പഴയ നിയമകാലത്ത് ഭൂമിയുടെ കറക്കം നിർത്തിയവരുണ്ട് പ്രിയപ്പെട്ടവരെ. സൂര്യ ഘടികാരത്തിൽ സൂര്യന്റെ ഗതി 10 പടി താഴോട്ട് കൊണ്ടുപോയവരുണ്ട് ഇതിനകത്ത്. പ്രകൃതിയെ പിടിച്ചു നിർത്തിയവരുണ്ട്. നിന്റെ അകത്ത് ചിലത് ഇരിപ്പുണ്ട്, അതിന്ന് കത്തി വെളിയിൽ വരുവാൻ വേണ്ടിയാ ഈ വചനം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന. എനിക്കൊരു പുരോഹിതനുണ്ട്. ഉറക്കെ പറഞ്ഞോട്ടെ, എനിക്കൊരു പുരോഹിതനുണ്ട്. ആരും നിന്നെ ഗവനിച്ചില്ലെങ്കിലും, ആരും നിന്റെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും, ആരും നിനക്ക് ശുപാർശ ചെയ്തില്ലെങ്കിലും, ഏറ്റവും വലിയ സ്ഥാനത്തിരിക്കുന്നവൻ. പ്രിയപ്പെട്ടവരെ, യേശുവാകുന്ന പ്രകാശം അഥവാ കർത്താവിൻ്റെ മുഖത്തെ പ്രകാശം നമ്മുടെ ഭവനത്തിൽ വരുമ്പോൾ എത്ര വലിയ തകർച്ചയാണെങ്കിലും, എത്ര വലിയ പ്രതികൂലമാണെങ്കിലും അതിൽ നിന്ന് വിടുതൽ ഉറപ്പാണ്.
എൻ്റെ യേശു ഏതു വിഷയത്തിനും മതിയായവന്. അവന് വിടുവിക്കാൻ പറ്റാത്ത ഒരു വിഷയവുമില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങൾ എത്ര വലിയ തകർച്ചയുടെ വക്കിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും, അടുത്ത സ്റ്റെപ്പ് ഒരുപക്ഷെ വലിയൊരു ഗർത്തത്തിലേക്കാണ് എന്നുള്ള അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും, ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ട് പറയാം, അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ വെക്കുമ്പോൾ നിങ്ങളുടെ കാൽ കീഴിലൊരു കരം നിങ്ങളെ താങ്ങാൻ ഇപ്പോൾ തന്നെ വരും. ആ യേശു കർത്താവ് തൻ്റെ മുഖത്തെ പ്രകാശം ഇന്ന് രാത്രി ഈ സമയത്ത് നിങ്ങളുടെ ഭവനത്തിൽ അയക്കും. നിങ്ങളുടെ ഭവനത്തിൽ ഒരു അത്ഭുതം കർത്താവ് ചെയ്യും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ശരീരത്തിലൊരു പ്രയാസമാണെങ്കിൽ ആ ശരീരത്തിൽ നിങ്ങളുടെ കരമൊന്ന് വെക്കുക. ഭവനത്തിലാണ് വിഷയം, നിങ്ങളുടെ കൈ ഒന്ന് ഉയർത്തി, എൻ്റെ കർത്താവേ, എൻ്റെ വിഷയങ്ങളുടെ മേൽ അങ്ങയുടെ പ്രകാശം, അങ്ങയുടെ മുഖത്തെ പ്രകാശം ഒന്ന് പകരണമേ എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ സമയം കർത്താവ് അത് ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവിടുന്ന് ചെയ്ത അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ ഞങ്ങൾ കണ്ടു. എൻ്റെ കർത്താവേ, ഇന്ന് വളരെ പ്രയാസത്തോടെ ഞങ്ങളെ കേൾക്കുന്ന അനേകരുണ്ട്. എൻ്റെ കർത്താവിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഇന്ന് വളരെ നിരാശയോടെ, ഭാരത്തോടെ കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവിൻ്റെ മുഖത്തെ പ്രകാശം ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. അവരുടെ ഭവനത്തിലെ എല്ലാ അന്ധതയും മാറട്ടെ, അന്ധകാരവും മാറട്ടെ. അത്ഭുതകരമായ വഴികളും വാതിലുകളും തുറക്കട്ടെ. നരകം പിടിച്ച ഭവനമെന്ന് പറഞ്ഞവരുടെ ഭവനം ഒരു സ്വർഗീയ ഭവനമായിട്ട് മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നത് പോലെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും കുഞ്ഞുങ്ങൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കുമെന്നുള്ള ആ വചനം പോലെ ഇവരുടെ ഭവനമായിത്തീരട്ടെ. അപ്പോൾ തന്നെ ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് കർത്താവേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തളർന്നിരിക്കുന്ന അവയവങ്ങളിൽ ജീവൻ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ ജീവൻ ശരീരങ്ങളിൽ വ്യാപരിക്കുമ്പോൾ എല്ലാവിധമായ പ്രയാസങ്ങളും ഇപ്പോൾ തന്നെ മാറട്ടെ. മരിച്ചിരിക്കുന്ന അവയവങ്ങൾക്ക് ജീവൻ ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. നടക്കാൻ മേലാത്തവർ നടക്കട്ടെ. കൈ ഉയർത്താൻ മേലാത്തവർ കൈ ഉയർത്തട്ടെ. ബ്രെയിൻ ട്യൂമർ സൗഖ്യമാകട്ടെ. എൻ്റെ കർത്താവിൻ്റെ കരം ഓരോരുത്തരെയും തൊടുന്നതിനായി സ്തോത്രം. അത്ഭുത വിടുതൽ ഇപ്പോൾ തന്നെ നൽകുന്നതിനായി നന്ദി. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഉറപ്പായിട്ട് പറയാം, കർത്താവിൻ്റെ മുഖത്തെ പ്രകാശം നിങ്ങളുടെ മേൽ കർത്താവ് പകർന്നിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ കർത്താവിൻ്റെ പ്രവൃത്തി നിങ്ങൾ കാണുന്ന ദിവസങ്ങളാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിൻ്റെ കൃപയിൽ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.